ഹലോ കണ്ട്. ഓക്കെ. അപ്പം ഇന്ന് പറയുന്നത് VSD ആണ്. അപ്പം കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് എന്ന് പറയുമ്പം ക്ലാസിഫൈ ചെയ്യുമ്പം രണ്ടായിട്ട് പറയുന്നുണ്ട്. സൈനോട്ടിക്കും സൈനോട്ടിക് ഹാർട്ട് ഡിസീസ്. അപ്പം സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് വരുന്നതാണ് ഈ VSD, ASD, പിന്നെ ആജ്മ പഠിച്ച പേറ്റന്റ് ഡക്ടസ് ആർട്ടീരിയോസ് ഒക്കെ. സൈനോട്ടിക്കിൽ വരുന്നതാണ് അതായത് വിച്ച് കോസ് കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് വിച്ച് കോസ് സൈനോസിസ്. അതിൽ വരുന്നതാണ് ടെട്രോളജി ഓഫ് ഫാലോ, പിന്നെ ട്രാൻസ്പൊസിഷൻ, പിന്നെ ട്രങ്കസ് ആർട്ടീരിയോസിസ്, പിന്നെ ട്രൈക്കസ്പിഡ് എട്രീഷ്യ, അങ്ങനെ കുറെ കണ്ടീഷൻസ് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്ന VSD ആണ്. VSD ഇസ് എൻ സൈനോട്ടിക് കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ്. സൈനോസിസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യത്തില്ല. അത് എന്തുകൊണ്ടാണ് പറയാം. ഓക്കെ. അപ്പം ജസ്റ്റ് ഫോർ ചുമ്മാ ഇതിന് പറയാം ഹിസ്റ്ററി. റോജർ എന്ന് പറയുന്ന ഒരാളാണ് ആദ്യമായിട്ട് VSD കണ്ടുപിടിച്ചത്, ലൈക്ക് ഇൻ 1879. അതെന്താ പറയുന്നത് വെച്ചാൽ ഇയാളുടെ പേരിൽ തന്നെ ഒരു ഇതുണ്ട്, ഒരു സ്മോൾ ഏസിംപ്റ്റമാറ്റിക് VSDക്ക് നമ്മൾ പറയുന്നത് മാലഡി ഡി റോജർ എന്നാണ്. അത് ജസ്റ്റ് ടെക്സ്റ്റിൽ മെഡിസിനിൽ കൊടുത്തിട്ടുണ്ടാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ. അപ്പം ഇൻസിഡൻസ് ഓഫ് VSD എന്ന് പറയുന്നത് 1 in 500 ലൈവ് ബേർഡ്സ് ആണ്. ഇത് എന്താന്ന് വെച്ചാല് ഇപ്പം ഇത് ഹാർട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ ഹാർട്ടായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിപ്പോ എൻഡോകാർഡിയൽ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ചോ. ഡെവലപ്മെന്റ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ജസ്റ്റ് ചുമ്മാ പറയാണേ. അപ്പം ഇവിടുന്ന് എൻഡോകാർഡിയൽ ക്വസ്റ്റ്യനിന്ന് there is a thin membrane septum താഴോട്ട് വളരും. ഓക്കെ, ഡൗൺവേർഡ്സ് ആയിട്ട് തിൻ മെംബ്രേനസ് സെപ്റ്റം, ആൻഡ് ഫ്രോം ദി എപ്പെക്സ് ഒരു മസ്കുലർ റിഡ്ജ് മുകളിലോട്ട് ഗ്രോ ചെയ്യും. തിക്ക് ആയിട്ടുള്ള ഒരു മസ്കുലർ റിഡ്ജ്. ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം ഫോം ചെയ്യുന്നത്, വിച്ച് സെപ്പറേറ്റ്സ് ബോത്ത് ദി വെൻട്രിക്കിൾസ്. അങ്ങനെ രണ്ട് ചേമ്പേഴ്സ് ഉണ്ടാവുന്നത്. എൻഡോകാർഡിയൽ ക്വസ്റ്റ്യനിൽ താഴോട്ട് ഒരു മെംബ്രേനസ് തിൻ സെപ്റ്റം വരും, പിന്നെ എപ്പെക്സിന്റെ അവിടെ നിന്ന് ഒരു മസ്കുലർ റിഡ്ജ് മുകളിലോട്ട് ഗ്രോ ചെയ്യും. അത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്യും. അപ്പൊ ഈ ഫ്യൂഷൻ എന്തെങ്കിലും പ്രോബ്ലം വരുമ്പോൾ ഇവിടെ ഒരു ഗ്യാപ്പ് ഓർ ഡിഫക്റ്റ് ഫോം ചെയ്യും. അതാണ് ventricular septal defect. Okay, so VSD എന്ന് പറയുമ്പോൾ it's a gap or defect in the interventricular septum resulting in a communication between the two ventricles. Okay. അപ്പം ഈ VSD എന്ന് പറയുന്നത് it is a most common congenital heart disease in children. നമ്മൾ ഈ പഠിക്കുന്ന എല്ലാ congenital heart diseaseലും ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നതാണ് VSD. It is also the most common. ഈ സൈനോട്ടിക് ഹാർട്ട് ഡിസീസിൽ കാണുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡിസീസ് ആണ് VSD. Most common congenital acyanotic heart disease ആണ്. Most common congenital heart disease ആണ്. Then it is also the most common congenital heart disease affected by infective endocarditis. അതായത് VSDയുടെ ഒരു കോംപ്ലിക്കേഷൻ ആയിട്ട് ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ് വരാൻ ചാൻസ് ഉണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ VSD വരുമ്പോൾ ഭയങ്കര ബ്ലഡ് ഫ്ലോയുടെ വെലോസിറ്റി ഭയങ്കര കൂടിയിട്ട് ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഒക്കെ വന്ന് അവിടെ ഡിഫക്റ്റിന്റെ അവിടെ വന്ന് അവിടെ ഒട്ടിപ്പിടിച്ച് സ്റ്റിക്ക് ചെയ്ത് അങ്ങനെ ബാക്ടീരിയ ഒക്കെ അവിടെ ഡിസ്ലോജ് ഒക്കെ ചെയ്ത് അങ്ങനെ ഇൻഫെക്റ്റീവ് ഡിസ്ട്രക്ഷൻ ഓഫ് വാൽവ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ഓൾസോ കം ആസ് എ കോംപ്ലിക്കേഷൻ. സോ ഇറ്റ് ഇസ് എ മോസ്റ്റ് കോമൺ കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ് എഫക്റ്റഡ് ബൈ ഇൻഫെക്റ്റീവ് എൻഡോകാർഡൈറ്റിസ്. അപ്പം അപ്പം VSDയുടെ 70% ഓഫ് VSDക്ക് എന്ത് പറ്റും, ഇറ്റ് ബിക്കം സ്മോളർ. ദർ ആർ ചാൻസസ് ദാറ്റ് ഇറ്റ് ക്യാൻ ബിക്കം സ്മോളർ. വലിയ VSD ആണെങ്കിൽ അത് ചെറുതാവും 70% കേസസ്. ഹലോ അല്ലെങ്കിൽ ആഫ്റ്റർ 25 ഇയേഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിലും ഇറ്റ് ക്യാൻ അണ്ടർഗോ ക്ലോഷർ. യൂഷ്വലി ഈ സ്പോണ്ടേനിയസ് ക്ലോഷർ. ഹലോ, കേൾക്കാവോ? ഇപ്പൊ കേൾക്കാവോ? ഓക്കെ. എവിടെ വരെ കേട്ടെ? 70% of VSDs it can ചെറുതാവാം. It can become smaller. വലിയ VSD ആണെങ്കിൽ it will become smaller. പിന്നെ ബാക്കി റിമൈനിങ് 1/3 of VSDs can undergo spontaneous closure. ഒരു സ്മോൾ പ്രൊപ്പോർഷൻ കുഞ്ഞുങ്ങൾ വന്നിട്ട് അത് തന്നെ അങ്ങ് അടഞ്ഞു പോകും. It can undergo spontaneous closure. അപ്പൊ ഈ spontaneous closure undergo ചെയ്യുന്നത് യൂഷ്വലി മസ്കുലർ VSDs ആണ്.
ഞാൻ പറഞ്ഞില്ലേ രണ്ടെണ്ണം പറഞ്ഞില്ലേ, മെംബ്രെയിനസ് പാർട്ടും ഉണ്ട്, ഒരു മസ്കുലാർ ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റത്തിന് ഒരു മസ്കുലാർ പാർട്ടും ഉണ്ട്. അപ്പം യൂഷ്വലി മസ്കുലാർ പാർട്ടിൽ ഡിഫക്റ്റ് വന്നാൽ അത് പെട്ടെന്ന് അങ്ങ് അടഞ്ഞ് സ്പോണ്ടേനിയസ് ക്ലോഷർ അണ്ടർഗോ ചെയ്യും. പക്ഷേ മെംബ്രെയിനസ് പാർട്ടിലെ ഡിഫക്റ്റ് വരുന്നെങ്കിൽ നമ്മൾ സർജിക്കൽ ക്ലോഷർ യൂഷ്വലി ചെയ്യാറ്. സർജിക്കൽ ക്ലോഷർ ആവശ്യം വരും. അപ്പം ഏറ്റവും കോമൺ ആയിട്ട് എവിടെ ഡിഫക്റ്റ് വരുന്നതെന്ന് വെച്ചാൽ മസ്കുലർ പാർട്ടിലല്ല, മെംബ്രെയിനസ് പാർട്ടിലാണ് ഏറ്റവും കോമൺ ആയിട്ട് ഡിഫക്റ്റ് കാണുന്നത്. 70% ഓഫ് 70 ആണ് 90 ആണ് എനിക്ക് ഓർമ്മയില്ല. ഏറ്റവും കൂടുതൽ ഡിഫക്റ്റ് വരുന്നത് മെംബ്രെയിനസ് പോർഷനിലാണ്. ഓക്കെ, മെംബ്രെയിനസ് പാർട്ട് ഓഫ് ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റത്തിലാണ് വരുന്നത്. ഓക്കെ, പിന്നെ സ്പോണ്ടേനിയസ് ക്ലോഷർ ഒക്കെ 90% ക്ലോസ് ബൈ 3 years of age. Okay. Then it is associated with VSD can be seen associated with certain syndromes like Downs ഒക്കെ commonly associated. Heart defect വരുമ്പോൾ VSD ആ കാണുന്നത് ഡൗൺസിൽ. പിന്നെ catch 22 അല്ലെങ്കിൽ ഡി ജോർജ് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട് അത് എന്തുവാന്ന് ചോദിച്ചാൽ പിന്നെ വേറൊരു സിൻഡ്രോം ഉണ്ട് ചാർജ് സിൻഡ്രോം, അതുമായിട്ടൊക്കെ അസോസിയേറ്റഡ്. ഇതിനകത്തിൽ ഹാർട്ട് ഡിഫക്റ്റ് ഒക്കെ ഉണ്ട്. CHARG കൊളബുമ ഹാർട്ട് ഡിഫക്ട്, സെട്രീഷ്യ ക്വാനി, ഗ്രോത്ത് റിട്ടാർഡേഷൻ. അതിനകത്ത് ഹാർട്ട് ഡിഫക്റ്റില് VSD കാണാം. പിന്നെ വേറ്റർ സിൻഡ്രോം, അതിനകത്ത് VACTERL അസോസിയേഷൻ, അതിനകത്തും ഹാർട്ട് ഡിഫക്ട്സ് ഉണ്ട്. കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ്, അതിനകത്ത് VSD ആണ് യൂഷ്വലി കാണുന്നത്. വേറ്റർ സിൻഡ്രോം, പിന്നെ ഹോൾട്ട് ഓറാൻ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട് ഹാൻഡ് ഹാർട്ട് സിൻഡ്രോം എങ്ങാണ്ടോ അതിന് പറയുന്നത്. ഹാർട്ട് ഹാൻഡ് സിൻഡ്രോം അതിന്റെ ഒരു ടൈപ്പാ ഹോൾട്ട് ഓറാൻ സിൻഡ്രോം. അപ്പൊ അതിലും VSD അസോസിയേറ്റഡ് ആയിട്ട് കാണാം. അങ്ങനെ കുറെ സിൻഡ്രോംസ് ഉണ്ട്, അങ്ങനെ ഡൗൺസ്, catch, waiter, halt oram, charge syndrome. പിന്നെ it can also be seen associated with certain cardiac defects. Fallows tetralogy-ലൊക്കെ കാണാം VSD. അതിനകത്ത് കാണുന്ന 4 ഇത് ഏതൊക്കെയാ അറിയോ? പഠിച്ചില്ലല്ലോ. ഓവർ റൈഡിങ് ഓഫ് അയോർട്ട. അതിനെന്തോ ഓർഡർ ഉണ്ട് അത് എഴുതുന്നതിന്. അന്ന് സാർ ഞങ്ങളെ വഴക്കുറഞ്ഞു. അത് ഓരോ ഡിഫക്റ്റ് ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ആദ്യം അങ്ങനെ എന്തോ എഴുതണം. പിന്നെ ക്വാക്ടിക്കേഷൻ, PDA ഒക്കെ ആയിട്ട് അസോസിയേറ്റഡ് ആയിട്ട് കാണാൻ പറ്റും VSD. അപ്പം ജസ്റ്റ് റിമെമ്പർ VSD എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഗ്യാപ്പ് ഓർ ഡിഫക്റ്റ് ഇൻ ദി ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം റിസൾട്ടിംഗ് ഇൻ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദി വെൻട്രിക്കിൾസ്. ഇറ്റ് ഈസ് എ ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ട് ആണ് ആൻഡ് ഇറ്റ് ഈസ് എൻ എസൈനോട്ടിക് ഹാർട്ട് ഡിസീസ്. ഇത് എന്തുകൊണ്ടാണ് പറയുന്നത്? ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ട് ആണെന്ന് ഓർത്തിരിക്കും. ഓക്കെ, ലെഫ്റ്റ് ടു റൈറ്റ്. ഇനി അടുത്തത് ഹീമോഡൈനാമിക്സ് പറയാം. ഇതിപ്പം ഒരു ഹാർട്ട് ഇതിപ്പോ ഒരു ഹാർട്ടാന്ന് വിചാരിച്ചാൽ ഇവിടെ പൾമണറി ആർട്ടറി, ഇവിടെ അയോർട്ട, ഇവിടെ പൾമണറി വെയിൻസ് ഉണ്ട്, പിന്നെ ഇവിടെ മറ്റേ ഇൻഫീരിയർ സുപ്പീരിയർ കാവ്. ഓക്കെ, അപ്പം ഇതാണ് VSD, ഈ കാണുന്ന ഡിഫക്റ്റ്. ഇത് ചേമ്പേഴ്സ് ഞാൻ മാർക്ക് ചെയ്യുന്നില്ല. അപ്പം ഇത് ഓക്കെ VSDയുടെ ഹീമോഡൈനാമിക്സ് പറയുകയാണെങ്കിൽ ഓക്കെ ഡ്യൂറിങ് സിസ്റ്റോളിന്റെ സമയത്ത് നമ്മുടെ വെൻട്രിക്കിൾസ് ലെഫ്റ്റ് വെൻട്രിക്കിളും റൈറ്റ് വെൻട്രിക്കിളും സൈമിൾട്ടേനിയസ് ആയിട്ട് കോൺട്രാക്ട് ചെയ്യും. കോൺട്രാക്ട് ചെയ്യുമ്പോൾ ബ്ലഡ് പ്രസന്റ് ഇൻ ദി ലെഫ്റ്റ് വെൻട്രിക്കിളിന് 2 വഴിയില്ലേ പോകാനായിട്ട്. ഒന്നെങ്കിൽ ഈ ഡിഫക്റ്റിൽ കൂടെ ഇങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ അയോട്ടയിലോട്ട് പോകാം. ആക്ച്വലി ഈ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഹൈ പ്രഷർ സിസ്റ്റം. നമുക്കറിയാലോ ബ്ലഡ് അയോട്ടയിലൊക്കെ ലെഫ്റ്റ് വെൻട്രിക്കിൾ പമ്പ് ചെയ്യുന്നത് ഭയങ്കര ഹൈ പ്രഷറിലല്ലേ, ബോഡിയിൽ മൊത്തത്തിൽ കൊടുക്കണ്ടേ. പറയുന്ന സിസ്റ്റോളിക് പ്രഷർ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ 80 to 120 millimeters of mercury സിസ്റ്റോളിക് BP, ആൻഡ് ഡയസ്റ്റോളിക് എന്ന് പറയുന്നത് 6 to 10 millimeters of mercury. പിന്നെ റൈറ്റ് വെൻട്രിക്കിളിലോട്ട് പോകുമ്പം the systolic BP is only 25 millimeters of mercury and diastolic BP is 0 to 6 millimeters of mercury. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ലെഫ്റ്റ് വെൻട്രിക്കിൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ഹൈ പ്രഷർ സിസ്റ്റം. സോ ബ്ലഡ് ഭയങ്കര സ്പീഡിൽ ഹൈ വെലോസിറ്റിയിൽ ഈ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫക്റ്റിൽ കൂടെ റൈറ്റ് വെൻട്രിക്കിലോട്ട് പോകും. പിന്നെ കുറച്ച് ബ്ലഡ് നമ്മുടെ അയോർട്ടയിലോട്ടും പോകും. ഓക്കെ, അത് കഴിയുമ്പം ഈ റൈറ്റ് വെൻട്രിക്കിൾ അപ്പം എന്ത് പറ്റും, എക്സസ് ബ്ലഡ് ഉണ്ടല്ലോ, ഇവിടെ നിന്ന് വരുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡും ഉണ്ട്, ഇവിടെ നിന്ന് വരുന്ന ബ്ലഡും ഉണ്ട്. അപ്പം എക്സസ് ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിൾ ഉണ്ട്.
അപ്പം സിസ്റ്റോളിൽ റൈറ്റ് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്തു. പിന്നെ എന്ത് പറ്റും, ഇത് പൾമിനറി ആർട്ടറിയിലോട്ട് പോയി, പൾമിനറി ലങ്സിലോട്ട് പോയി. ഓക്കെ, അപ്പം there is increased pulmonary blood flow, ഉണ്ടാവും അല്ലേ? പിന്നെ അത് ഓക്സിജനേറ്റഡ് ആയിട്ട് ഇറ്റ് വിൽ ഡ്രെയിൻ ഇൻ ടു ദി ലെഫ്റ്റ് ഏട്രിയം. അപ്പം ലെഫ്റ്റ് ഏട്രിയത്തിലോട്ടും ആ ഫുൾ വോള്യൂം ഓഫ് ബ്ലഡ് ആണ് വരുന്നത്. അപ്പം there will be വോള്യൂം ഓവർലോഡ് ഉണ്ടാവും ലെഫ്റ്റ് ഏട്രിയത്തിൽ അല്ലേ? ഈ മൊത്തം ബ്ലഡ് ഈ ഇവിടെ നിന്ന് വരുന്ന ബ്ലഡ് ഉണ്ട്. അപ്പം ഇവിടെ എക്സസ് ബ്ലഡ് ഉണ്ട്. ആ എക്സസ് ബ്ലഡ് ലങ്സിലോട്ട് പോയി ആ ഫുൾ എമൗണ്ട് ഓഫ് ബ്ലഡ് ലെഫ്റ്റ് ഏട്രിയത്തിലോട്ടും വന്നു. അപ്പം ലെഫ്റ്റ് ഏട്രിയത്തിലും വോള്യൂം ഓവർലോഡ് ഉണ്ട് ആയി. പിന്നെ അവിടെ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് ഇവിടെ ലെഫ്റ്റ് വെൻട്രിക്കിലോട്ട് വന്നു. അപ്പം ലെഫ്റ്റ് വെൻട്രിക്കിളിലും വോള്യൂം ഓവർലോഡ് ഉണ്ട്. ഓക്കെ, എക്സസ് ബ്ലഡ് ഉണ്ട്. പിന്നെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. അപ്പം ബേസിക്കലി ഇത്രയേ ഉള്ളൂ. ഇവിടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന എവിടെ, ഈ VSD കൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ടല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിന് ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ട് എന്ന് പറയുന്നത്. VSD ഇസ് എ ലെഫ്റ്റ് ടു റൈറ്റ് ഷണ്ട്. ഓക്കെ, പിന്നെ ഈ സൈനോട്ടിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയാൻ കാരണം ഇവിടെ സൈനോസിസ് ഉണ്ടാവുന്നില്ലല്ലോ. കാരണം ബ്ലഡ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഇങ്ങോട്ട് റൈറ്റ് വെൻട്രിക്കിലോട്ട് പോയി അവിടെ തിരിച്ച് ലങ്സിലോട്ട് പോയി ഓക്സിജൻ. ഇവിടെ ഡീസാച്ചുറേഷൻ ഒന്നും ഉണ്ടാവുന്നില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം റൈറ്റ് ലെഫ്റ്റ് ഷണ്ട് ആയിരുന്നെങ്കിൽ ഇവിടുന്ന് ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ഇങ്ങോട്ട് പോയിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിലോട്ട് പോയിട്ട് അവിടെ നിന്ന് അയോട്ടയിൽ ഡിയോക്സിജനേറ്റഡ് ബ്ലഡ് ബോഡിയിലോട്ട് പോകും. അപ്പം ടിഷ്യൂസിനൊക്കെ ഓക്സിജൻ ഒന്നും കിട്ടാതെ അങ്ങനെ സൈനോസിസ് വരും. യൂഷ്വലി പറയുന്നത് ഹാർട്ട് ഡിസീസിൽ കാണുന്നതാണ് സെൻട്രൽ സൈനോസിസ്. പെരിഫറൽ സൈനോസിസ്, സെൻട്രൽ സൈനോസിസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഇൻഡിക്കേറ്റീവ് ഓഫ് ഹാർട്ട് ഡിസീസ്. അത് സെൻട്രൽ സൈനോസിസ് വരാൻ കാരണം ഡ്യൂ ടു റൈറ്റ് ലെഫ്റ്റ് ഷണ്ട്, അല്ലെങ്കിൽ ഈ ലങ്സിൽ എത്തുന്ന ബ്ലഡ് പ്രോപ്പറായിട്ട് ഓക്സിജനേറ്റ് ആവുന്നില്ല. അതുകൊണ്ടാണ് സെൻട്രൽ സൈനോസിസ് ഒക്കെ ചെയ്യുന്നത്. സെൻട്രൽ സൈനോസിസ് നമുക്ക് എവിടെയൊക്കെ കാണാൻ പറ്റും? ഫിംഗേഴ്സിലും ടോസിലും മ്യൂക്കസ് മെംബ്രെയിൻസിലും ആയിരിക്കും കാണുന്നത്. പക്ഷേ പെരിഫറൽ സൈനോസിസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓൺലി സീൻ അറ്റ് ദ ഫിംഗർ ആൻഡ് ടോസ്. മ്യൂക്കസ് മെംബ്രെയിനിൽ കാണത്തില്ല. മ്യൂക്കസ് മെംബ്രെയിൻ മൗത്തിലും ടങ്ങിലും ഒന്നും കാണാൻ പറ്റത്തില്ല പെരിഫറൽ സൈനോസിസ്. പിന്നെ പെരിഫറൽ സൈനോസിസ് ഇസ് നോട്ട് ഇൻഡിക്കേറ്റീവ് ഓഫ് ഹാർട്ട് ഡിസീസ്. പെരിഫറൽ സൈനോസിസ് ഇസ് ഡ്യൂ ടു ഇൻക്രീസ്ഡ് എക്സ്ട്രാക്ഷൻ. ടിഷ്യൂസ് എക്സസ് ആയിട്ട് ഓക്സിജൻ എക്സ്ട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് പെരിഫറൽ സൈനോസിസ് വരുന്നത്. സെൻട്രൽ സൈനോസിസ് ഇസ് ഇൻഡിക്കേറ്റീവ് ഓഫ് ഹാർട്ട് ഡിസീസ്. അപ്പം ഇവിടെ സൈനോസിസ് ഒന്നും ഉണ്ടാകുന്നില്ല. സോ ഇറ്റ് ഈസ് എൻ സൈനോട്ടിക് ഹാർട്ട് ഡിസീസ്. പിന്നെ ഇനി നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും ഏത് ചേംബർ ആയിരിക്കും ഇതിനകത്ത് ഫ്രം ദി ഹീമോഡൈനാമിക്സ് വിച്ച് ചേംബർ വിൽ ഗെറ്റ് എൻലാർജ്ഡ് ഇൻ VSD in patients with VSD? Right ventricle. നമ്മള് എല്ലാരും റൈറ്റ് വെൻട്രിക്കിൾ ആണെന്ന് വിചാരിക്കും. പക്ഷെ റൈറ്റ് വെൻട്രിക്കിൾ അല്ല ഇവിടെ എൻലാർജ്ഡ് ആവുന്നത്. എന്താന്ന് വെച്ചാല് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, സിസ്റ്റോളിന്റെ സമയത്ത് ലെഫ്റ്റ് വെൻട്രിക്കിളും റൈറ്റ് വെൻട്രിക്കിളും കൂടെ ഒരുമിച്ച് കോൺട്രാക്ട് ചെയ്യും. അപ്പം സിസ്റ്റോളിന്റെ സമയത്ത് ഇവിടെ നിന്ന് ബ്ലഡ് പെട്ടെന്ന് ഇങ്ങോട്ട് വരത്തില്ലേ, എക്സസ് ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിലോട്ട് വന്നു. റൈറ്റ് വെൻട്രിക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ബ്ലഡ് അവിടെ നിൽക്കത്തില്ലല്ലോ, രണ്ടും സൈമൾട്ടേനിയസ് ആയിട്ട് കോൺട്രാക്ട് ചെയ്യില്ലേ. അപ്പം ദാറ്റ് എക്സസ് ബ്ലഡ് ഇമ്മീഡിയറ്റ്ലി പൾമിനറി സർക്കുലേഷനിലോട്ട് അങ്ങ് പോകും. ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് ഇഞ്ചെക്ട് ആവും. അവിടെ റൈറ്റ് വെൻട്രിക്കിൾ നിൽക്കുന്നില്ലല്ലോ, സൈമൾട്ടേനിയസ് ആയിട്ട് രണ്ടും കോൺട്രാക്ട് ചെയ്യില്ല. അപ്പൊ ഈ എക്സസ് ബ്ലഡ് ഇങ്ങോട്ട് പെട്ടെന്ന് വന്ന് ഇത് പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി ഗോട്ട് ഇജക്റ്റഡ് ഇൻ ടു പൾമിനറി സർക്കുലേഷനിലോട്ട് പോയി. അതുകൊണ്ട് ദർ ഇസ് നോ റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പം എന്ത് പറ്റും, വോള്യൂം നമ്മൾ ഇൻ ദിസ് കേസ് VSDയുടെ കേസിൽ വി ആർ മോർ കൺസേൺഡ് അബൌട്ട് വോള്യൂം ഓവർലോഡ് ഇൻ ലെഫ്റ്റ് ഏട്രിയത്തിലും ലെഫ്റ്റ് വെൻട്രിക്കിളിലുള്ള വോള്യൂം ഓവർലോഡ് ആണ് കൂടുതൽ നമ്മൾ നോക്കുന്നത്. അപ്പം ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ ഹാസ് ടു ഡു മോർ വർക്ക്. അതുകൊണ്ട് തന്നെ അവിടെ ഇവിടെ ഹൈപ്പർട്രോഫിയുടെ ഡൈലറ്റേഷൻ ഉണ്ടാവും. ഈ രണ്ട് ചേമ്പേഴ്സ് എൻലാർജ്ഡ് ആവും. പിന്നെ നമുക്ക് എക്സ്റേയിലൊക്കെ കാണാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ഹീമോഡൈനാമിക്സ്. ഹീമോഡൈനാമിക്സ് സിമ്പിൾ അല്ലേ? എന്തെങ്കിലും മനസ്സിലാക്കുന്നുണ്ടോ? ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറയണോ? മനസ്സിലായോ? ഓക്കെ. ഇനി അടുത്തത് ഓസ്കൾട്ടേറ്ററി ഫൈൻഡിങ്സ് പറയാം. ഓസ്കൾട്ടേറ്ററി ഫൈൻഡിങ് ടൈപ്സ് ഓഫ് VSD പറയാം. ടൈപ്സ് ബുക്കിലൊന്നും ഞാൻ കണ്ടില്ല. ഇവിടെ ടൈപ്സ് പറയുന്നത് ബേസ്ഡ് ഓൺ അനാറ്റമിക്കൽ ലൊക്കേഷൻ നമുക്ക് 4ആയിട്ട് പറയാം. മെംബ്രേനിയസ് ടൈപ്പ്, മസ്കുലർ, ഇൻലെറ്റ് VSD ആൻഡ് ഔട്ട്ലെറ്റ് VSD. ഓക്കെ,
ഇത് പറയുന്നതിന് മുമ്പ് we need to know the parts of interventricular septum. 4 പാർട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞു 2 പാർട്ട് ഓൾറെഡി പറഞ്ഞു. മെംബ്രേനസ് പാർട്ട് ഉണ്ട്, കഴിഞ്ഞ മസ്കുലർ പാർട്ട്, പിന്നെ there is an outlet പാർട്ട്. ഔട്ട്ലെറ്റ് ഉണ്ട്, ഇൻലെറ്റ് സെപ്റ്റം ഉണ്ട്. ഓക്കെ, ഇതാണ് 4 പാർട്സ് ഓഫ് ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം. അപ്പം ഈ മെംബ്രേനസ് പാർട്ടിന്റെ ഇവിടെ ഡിഫക്റ്റ് വരുവാണെങ്കിൽ അത് മെംബ്രേനസ് VSD. മസ്കുലർ പാർട്ടിൽ വരുവാണെങ്കിൽ മസ്കുലർ VSD. ഔട്ട്ലെറ്റിലാണെങ്കിൽ ഔട്ട്ലെറ്റ് VSD. ഇൻലെറ്റിന്റെ അവിടെ ഡിഫക്റ്റ് വരുവാണെങ്കിൽ ഇൻലെറ്റ് VSD. അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ഏറ്റവും കോമൺ ആയിട്ട് എവിടെ ഡിഫക്റ്റ് വരുന്നത്? മെംബ്രേനസ് പാർട്ടിലായിരിക്കും ഏറ്റവും കോമൺ ആയിട്ട് ഡിഫക്റ്റ് ആണ്. അതിൽ തന്നെ ടു ബി മോർ സ്പെസിഫിക് പെരി മെംബ്രേനസ് എന്നാ മെഡിസിനിൽ കൊടുത്തേക്കുന്നത്. പെരി മെംബ്രേനസ് പാർട്ടിലാണ് ഏറ്റവും മോസ്റ്റ് ഡിഫക്ട്സ് കാണുന്നത്. പെരി മെംബ്രേനസ് എന്ന് വെച്ചാൽ at the junction of membranous and muscular portion അവിടെ ആയിരിക്കും മോസ്റ്റ് കോമൺലി ഡിഫക്റ്റ് കാണുന്നത് VSD-യിൽ. ഓക്കെ, പെരി മെംബ്രേനസ് മസ്കുലർ പാർട്ട് പറഞ്ഞില്ലേ? മസ്കുലർ VSD എന്ന് പറയുമ്പോൾ ഡിഫക്റ്റ് ഇൻ ദ മസ്കുലർ പാർട്ട്. മസ്കുലർ അല്ലെങ്കിൽ ട്രബിക്കുലർ പാർട്ട് എന്നും പറയുന്നത് ഓഫ് ദ ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം. അവിടെ മസ്കുലർ പാർട്ടിൽ ഡിഫക്റ്റ് കണ്ടി സിംഗിൾ ആയിട്ട് ഐസൊലേറ്റഡ് ആയിട്ട് കാണാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡിഫക്ട്സ് കാണാൻ പറ്റും. ഇപ്പൊ മൾട്ടിപ്പിൾ ഡിഫക്ട്സ് വരുവാണെങ്കിൽ ഞാൻ വേറെ എവിടെ കണ്ടയാ, ഇറ്റ് ഇസ് ജസ്റ്റ് ചുമ്മാ സ്വിസ് ചീസ് VSD എന്ന് പറയും. സ്വിസ് ചീസ് VSD അങ്ങനെ എവിടെ കണ്ടു പറഞ്ഞാൽ ശരി. കണ്ടോ, മസ്കുലർ പാർട്ടിൽ മൾട്ടിപ്പിൾ ഡിഫക്ട്സ് വരുവാണെങ്കിൽ അതിനെ സ്വിസ് ചീസ് VSD എന്ന് പറയും. പിന്നെ അടുത്തത് ഇൻലെറ്റ് VSD. ഇൻലെറ്റ് VSD ഓർ AV കനാൽ ടൈപ്പ്, അതെന്താണ് അറിയില്ല. ഡിഫക്റ്റ് ഇൻലെറ്റ് VSD എന്ന് പറയുമ്പോൾ ഡിഫക്റ്റ് ഇൻലെറ്റ് സെപ്റ്റത്തിലാണ് ഡിഫക്റ്റ്. ആൻഡ് ഇറ്റ് ഈസ് ഇൻലെറ്റ് സെപ്റ്റം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇമ്മീഡിയറ്റ്ലി ബിലോ ദി ട്രൈകസ്പിഡ് വാൽവിന്റെ ലീഫ്. കണ്ടോ, ഇതാണ് ഇൻലെറ്റ് VSD. ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ, ഇമ്മീഡിയറ്റ്ലി ബിലോ ദ ട്രൈകസ്പിഡ് വാൽവിന്റെ ലീഫ്ലെറ്റിന്റെ അടിയിലാണ് ഇൻലെറ്റ് VSD കാണുന്നത്. ഓക്കെ, ഇൻലെറ്റ് സെപ്റ്റത്തിൽ കാണുന്ന ഡിഫക്റ്റ് ആണ് ഇൻലെറ്റ് VSD. ഇൻലെറ്റ് സെപ്റ്റം എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ഇമ്മീഡിയറ്റ്ലി വെനിത്. ഇത് ഹാർട്ടിന്റെ ഒരു ക്രോസ് സെക്ഷൻ ആണ്, എന്ന് വെച്ചാൽ ലാറ്ററൽ സെക്ഷൻ. കൊറോണയിലാണോ അങ്ങനെ സെക്ഷൻ എടുത്തിട്ട് സെപ്റ്റം കാണിച്ചേക്കാണ്. ഇന്റർവെൻട്രിക്കുലർ സെപ്റ്റം ആണ് ഇത്. ഇവിടെ ഇൻലെറ്റ് സെപ്റ്റത്തിൽ കാണുന്ന ഡിഫക്റ്റ് ആണ് ഇൻലെറ്റ് VSD, which is just located immediately under the septal leaflet of tricuspid valve. പിന്നെ ഇത് മസ്കുലർ VSD, താഴെ കാണുന്നത് ലോവർ പോർഷൻ എപ്പെക്സിന്റെ അവിടെ കാണുന്ന മസ്കുലർ VSD, മസ്കുലർ സെപ്റ്റത്തിൽ കാണുന്ന ഡിഫക്റ്റ്. പിന്നെ പെരി മെംബ്രേനസ് VSD. പിന്നെ ഇത് സബ് പൾമണറി അല്ലെങ്കിൽ സബ് ആർട്ടീരിയൽ പറഞ്ഞുതരാം. ഔട്ട്ലെറ്റ് VSD. ഔട്ട്ലെറ്റ് VSDയുടെ വേറെ പേരാണ് സബ് ആർട്ടീരിയൽ അല്ലെങ്കിൽ സബ് പൾമണിക് ഇൻഫണ്ടിബുലാർ എന്നും പറയും. സുപ്രാ ക്രിസ്റ്റൽ എന്നൊക്കെ പറയും. സുപ്രാ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ആ പടം ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ, അതിനകത്ത് ഞാൻ ഗ്രൂപ്പിൽ ഇടാം. എന്തോ ഒരു ക്രിസ്റ്റ എന്തോ സംഭവം ഉണ്ട്, വെൻട്രിക്കുലാരിസ് ഉണ്ട്. ആ അനാറ്റമിക്കൽ സ്ട്രക്ചറിന് മുകളിൽ വരുന്നതായോണ്ട് സുപ്രാ ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം സെയിം സാധനം തന്നെ. ഔട്ട്ലെറ്റ് VSD, സബ് ആർട്ടീരിയൽ, സബ് പൾമോണിക് ഇൻഫണ്ടിബുലാർ അല്ലെങ്കിൽ സുപ്രാ ക്രിസ്റ്റൽ. ഇതാണ് ഔട്ട്ലെറ്റ് VSD. ഔട്ട്ലെറ്റ് കണ്ടോ, പൾമിനറി ട്രങ്കിന്റെ താഴെ സബ് പൾമോണിക് അല്ലെങ്കിൽ സബ് ആർട്ടീരിയൽ, ഈ അയോട്ടാടെയും പൾമോണിയുടെ അടി വരുന്നോണ്ടായിരിക്കും. ദിസ് ഇസ് ഔട്ട്ലെറ്റ് VSD. പിന്നെ മസ്കുലാറും മറ്റേതൊക്കെ മനസ്സിലായല്ലോ. ഇൻലെറ്റ് ഡിഫക്റ്റ് ട്രൈകസ്പിഡ് വാൽവിന്റെ അടിയിൽ കാണുന്നത്. പിന്നെ മസ്കുലർ പോർഷൻ ഇവിടെ. പിന്നെ പെരി മെംബ്രേനസ് ഡിഫക്റ്റ് ഇവിടെ. ഏതെങ്കിലും മനസ്സിലാകത്തുണ്ടോ? മെംബ്രേനസ്, മസ്കുലർ, ഇൻലെറ്റ്, ഔട്ട്ലെറ്റ് VSD. ഓക്കെ, ഇനി അടുത്തത് ബേസ്ഡ് ഓൺ സൈസ്. ഇത് ഞാൻ എവിടെയും കണ്ടില്ല, ഞാനൊരു സ്ലൈഡിൽ നിന്ന് എടുത്തതാണ്. ബേസ്ഡ് ഓൺ സൈസ് സ്മോൾ, മീഡിയം, ലാർജ് എന്ന് പറയുന്നുണ്ട്.
സ്മോൾ വി എസ് ഡി എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 1/3 ഓഫ് ദി സൈസ് ഓഫ് അയോട്ടിക്. ഈ അയോട്ടയുടെ റൂട്ടില്ലേ അവിടെ കാണുന്ന ആ റിങ്, അതിന്റെ 1/3 സൈസ്. പിന്നെ ഇത് ലെസ് ദാൻ മീഡിയം എന്ന് പറയുമ്പോൾ ലെസ് ദാൻ ഹാഫ് ദി സൈസ്. ലാർജ് എന്ന് പറയുമ്പോൾ മോർ ദാൻ ഓർ ഈക്വൽ ടു ദി സൈസ് ഓഫ് ദി അയോട്ടിക് അനീവസ്. ഡയമീറ്റേഴ്സിൽ പറയുകയാണെങ്കിൽ സ്മോൾ വി എസ് ഡിയുടെ ഡിഫക്റ്റ് ലെസ് ദാൻ 5 millimeters, 5 to 15 millimeters, more than 15 millimeters. And based on size. ഇത്ര ഒരു ടൈപ്പ് ഓഫ് വി എസ് ഡി ബേസ്ഡ് ഓൺ അനാറ്റമിക് ലൊക്കേഷൻ ആൻഡ് സൈസ്. ഇനി അടുത്തത് ഓസ്കൾട്ടേറ്ററി ഫൈൻഡിങ്സ് പറയട്ടെ. ഓസ്കൾട്ടേറ്ററി ഫൈൻഡിങ് ഒന്നുമില്ല, നമ്മൾ മറ്റേത് ഹീമോഡൈനാമിക്സ് മനസ്സിലാക്കിയ സിമ്പിൾ. ഓക്കെ, നമ്മൾ പറഞ്ഞില്ലേ ബ്ലഡ് സിസ്റ്റോളിന്റെ സമയത്ത് കോൺട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും ബ്ലഡ് ഭയങ്കര ഗഷിങ് സൗണ്ടില് ബ്ലഡ് ഇങ്ങനെ ഇങ്ങോട്ട് പോകും. ഷണ്ടിൽ കൂടെ നമ്മുടെ വി എസ് ഡിയില് കൂടെ ബ്ലഡ് ഫ്ലോസ് വിത്ത് വെരി ഹൈ പ്രഷർ ടർബുലൻസ് കൂടെ പോകുമ്പോൾ ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ മർമർ. അതിന് പറയുന്നതാണ് പാൻ സിസ്റ്റോളിക് ഓർ ഹോളോ സിസ്റ്റോളിക് മർമർ. പാൻ സിസ്റ്റോളിക് എന്ന് വെച്ചാൽ എന്തുവാ, ത്രൂ ഔട്ട് ദ സിസ്റ്റോൾ നമുക്ക് കേൾക്കാൻ പറ്റും. അതായത് എപ്പോഴാണ് ബ്ലഡ് വി എസ് ഡി കൂടെ ഫ്ലോ ചെയ്യുന്നത്? ഡ്യൂറിങ് സിസ്റ്റോൾ അല്ലേ? സിസ്റ്റോളിന്റെ സമയത്ത് വെൻട്രിക്കിൾ കോൺട്രാക്ട് ചെയ്യുമ്പോഴല്ലേ വി എസ് ഡി കൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. അപ്പം ആസ് ലോങ് ആസ് ദ വെൻട്രിക്കിൾസ് ആർ കോൺട്രാക്ടിങ് നമുക്ക് ഈ മർമർ കേൾക്കാൻ പറ്റും ത്രൂ ഔട്ട് ദി ഡ്യൂറേഷൻ ഓഫ് സിസ്റ്റോൾ. അതുകൊണ്ടാണ് ഇതിനെ പാൻ സിസ്റ്റോളിക് ഓർ ഹോളോ സിസ്റ്റോളിക് മർമർ എന്ന് പറയുന്നത്. അപ്പം അതാണ് ഫസ്റ്റ് ഓസ്കൾട്ടേറ്ററി, ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓസ്കൾട്ടേറ്ററി ഫൈൻഡിങ് ഇസ് പാൻ സിസ്റ്റോളിക് മർമർ. അതിന് ഷണ്ട് മർമർ എന്നും പറയുന്നത്, ഷണ്ട് അവിടെ കൂടെ പോകുന്നതാണ് വി എസ് ഡി. ഓക്കെ, പിന്നെ അടുത്തത് ബ്ലഡ് ഇവിടെ കൂടെ നോർമൽ പൾമിനറി വാൽവിൽ കൂടെ എക്സസ് ഓഫ് ബ്ലഡ് ഫ്ലോ ചെയ്യും. അവിടെ വീണ്ടും ടർബുലൻസ് ഉണ്ടാക്കി ഇറ്റ് വിൽ ഫോം ഒരു പൾമിനറി ഇജെക്ഷൻ സിസ്റ്റോളിക് മർമർ വിൽ ബി ഹേർഡ് അറ്റ് ദി പൾമിനറി ഏരിയ. അത് സെക്കൻഡ് വൺ. പിന്നെ ഇത് ലങ്സിലോട്ട് പോയി, അത് കഴിഞ്ഞ് ഏട്രിയത്തിലോട്ട് പോയി ഇവിടെ മൈട്രൽ വാൽവ്, നോർമൽ മൈട്രൽ വാൽവിൽ കൂടെ എക്സസ് ഓഫ് ബ്ലഡ് ഫ്ലോ ചെയ്യുമ്പോഴും വീണ്ടും ഒരു മർമർ കേൾക്കും ഡ്യൂ ടു ഹൈ ടർബുലൻസ്. ദാറ്റ് ഈസ് ദി മൈട്രൽ ഡിലേഡ് ഡയസ്റ്റോളിക് മർമർ ഹേർഡ് അറ്റ് ദി മൈട്രൽ ഏരിയ. അപ്പം പാൻ സിസ്റ്റോളിക് മർമർ ഈ പൾമിനറി വാൽവിന്റെ ഇവിടെ കേൾക്കുന്ന പൾമിനറി ഇജെക്ഷൻ സിസ്റ്റോളിക് മർമർ ഡ്യൂറിങ് ഇജെക്ഷൻ ഓഫ് ബ്ലഡ്. പിന്നെ അത് ലങ്സിൽ പോയി പിന്നെ മൈട്രൽ വാൽവിന്റെ ഇവിടെ കൂടെ നോർമൽ മൈട്രൽ വാൽവിൽ കൂടെ എക്സസ് ബ്ലഡ് പോവാ. അപ്പം ഇറ്റ് വിൽ ബി ലൈക്ക് ഒരു മൈട്രൽ സ്റ്റീനോസിസ് പോലെ ഒക്കെ അതുപോലെയാണ് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. അവിടെ കൂടെ സ്റ്റീനോസ്ഡ് ആയിട്ടിരിക്കുന്ന പോലെ ഭയങ്കര ഹൈ സ്പീഡിൽ ബ്ലഡ് പോകും. അപ്പം നമുക്കൊരു ഡയസ്റ്റോളിക് ഡിലേ ഡയസ്റ്റോളിക് മർമർ കേൾക്കാൻ പറ്റും. അപ്പം ഇത് മൂന്നാണ് ഓസ്കൾട്ടേറ്ററി ഫൈൻഡിങ്സ്, മർമർ കേൾക്കുന്നത്. പിന്നെ സൗണ്ട്സ്, S1 സൗണ്ട് വിൽ ബി മാസ്ഡ്, കാരണം ദ പാൻ സിസ്റ്റോളിക് മർമർ ലൗഡ് ആയിരിക്കും. അതുകൊണ്ട് S1 നോർമൽ S1 വിൽ ബി മാസ്ഡ്. പിന്നെ S2 വിൽ ഓൾസോ ബി മാസ്ഡ്. അല്ല, പാൻ സിസ്റ്റോളിക് മർമർ എവിടെ കേൾക്കുന്നത് ലോവർ ലെഫ്റ്റ് സ്റ്റേർണൽ ബോർഡർ ആണ് വിത്ത് മാസ്കിംഗ് ഓഫ് S1 ആൻഡ് S2. പാൻ സിസ്റ്റോളിക് മർമർ ഇസ് ഹേർഡ് അറ്റ് ലോവർ ലെഫ്റ്റ് സ്റ്റേർണൽ ബോർഡർ, സ്റ്റേർണത്തിന്റെ ലോവർ ലെഫ്റ്റ് ബോർഡർ. പിന്നെ S3 can be heard if it is a small left right shunt. Small left right shunt ആണെങ്കിൽ S3 can be heard. Additional heart sound. Okay. പിന്നെ ഇത് ജസ്റ്റ് ചുമ്മാ ഡയഗ്രത്തിൽ റെപ്രസെന്റ് ചെയ്തേക്കോ. ഇത് S1 ആൻഡ് ഇത് S2. ഇവിടെ സിസ്റ്റോളിന്റെ പാൻ സിസ്റ്റോളിക് മർമർ ഇത് throughout the duration of systolic and systolic murmur കേൾക്കാൻ പറ്റും. പിന്നെ പിന്നെ നമ്മളിവിടെ ഹാർട്ട് സൗണ്ട് കേൾക്കത്തേ ഇല്ലല്ലേ? പാൻ സിസ്റ്റോളിക് മർമർ കേൾക്കും. അല്ല, ഹാർട്ട് സൗണ്ട് ഒക്കെ മാസ്ഡ് ആയിരിക്കും. പക്ഷെ സെക്കൻഡ് ലെഫ്റ്റ് ഇന്റർകോസ്റ്റൽ സ്പേസിൽ S2 കേൾക്കാൻ പറ്റും. അത് പറയട്ടെ. ഇവിടെ ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെ ഇവിടെ നിന്ന് ബ്ലഡ് ഇങ്ങോട്ട് പോയില്ലേ, റൈറ്റ് വെൻട്രിക്കിലോട്ട് പോയില്ലേ? റൈറ്റ് വെൻട്രിക്കിൾ അല്ലേ എക്സസ് ഓഫ് ബ്ലഡ്. അപ്പം ഇവിടെ പൾമിനറി ആർട്ടറി ഹാസ് ടു പൾമിനറി വാൽവിന്റെ അവിടെ കൂടെ എക്സസ് ബ്ലഡ് നമ്മൾ എംറ്റി ചെയ്യണ്ടേ. സോ പൾമിനറി വാൽവിന്റെ ക്ലോഷർ ഡിലേഡ് ആയിരിക്കും ആൻഡ് അയോട്ടിക് വാൽവിന്റെ ക്ലോഷർ ഏർലി ആയിരിക്കും. കാരണം കുറച്ച് ബ്ലഡ് ലെസ് ബ്ലഡ് എംറ്റി ചെയ്താൽ പോരെ. ഇവിടെ കുറച്ച് ബ്ലഡ് അല്ലേ ഉള്ളൂ, കുറച്ച് ബ്ലഡ് ഒക്കെ ഇങ്ങോട്ട് പോയില്ലേ. അപ്പൊ ഇവിടെ ഈ ലെഫ്റ്റ് വെൻട്രിക്കിൾ കുറച്ച് ബ്ലഡേ ഉള്ളൂ. അപ്പം അയോട്ടിക് വാൽവ് ക്ലോഷർ ഏർലി ആയിരിക്കും. A2 will be early
P2 ഡിലേഡ് ആയിരിക്കും, കാരണം എക്സസ് ബ്ലഡ് ഇങ്ങോട്ട് പോയില്ല. അപ്പം ആ ബ്ലഡ് ഒക്കെ എംറ്റി ചെയ്യാൻ കുറെ സമയം എടുക്കും. അപ്പം P2 വിൽ ബി ഡിലേഡ്. അപ്പം അവിടെ നമുക്കൊരു വൈറ്റ് സ്പ്ലിറ്റ് കിട്ടും. വൈറ്റ് സ്പ്ലിറ്റ് P2 P2 ഇടയ്ക്കുള്ള ഗ്യാപ്പ് കൂടും. വൈറ്റ് സ്പ്ലിറ്റ്, വൈറ്റ് വേരിയബിൾ സ്പ്ലിറ്റ്, ബിക്കോസ് ഇറ്റ് ചേഞ്ചസ് വിത്ത് റെസ്പിറേഷൻ. അതുകൊണ്ട് പറയുന്നത് വൈറ്റ് വേരിയബിൾ സ്പ്ലിറ്റ് എന്നാണ്. അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇജക്ഷൻ സിസ്റ്റോളിക് മെമ്പർ നമ്മൾ പറഞ്ഞു, പക്ഷെ അത് പടത്തി കാണിച്ചിട്ടില്ല ബിക്കോസ് ഇറ്റ് ഇസ് മാസ്ക്ഡ് ബൈ ലൗഡ് പാൻസിസ്റ്റോളിക് മെമ്പർ. കാരണം ഡ്രൗണ്ട് എന്ന് എഴുതിക്കുന്നുണ്ട്. ഡ്രൗണ്ട് എന്ന് വെച്ചാൽ മാസ് ടെക്സ്റ്റിൽ എഴുതിക്കുന്നത് ഡ്രൗണ്ട് എന്ന്, നമുക്ക് കേൾക്കത്തില്ല. ഇജക്ഷൻ സിസ്റ്റോളിക് മെമ്പർ കേൾക്കാൻ പറ്റത്തില്ല ബിക്കോസ് ഓഫ് പാൻസിസ്റ്റോളിക് മെമ്പർ. അതുകൊണ്ട് ഇവിടെ പടത്തിലും ഇജക്ഷൻ സിസ്റ്റോളിക് കാണിച്ചിട്ടില്ലല്ലോ. പിന്നെ നമുക്ക് കേൾക്കുന്നത് ഡയസ്റ്റോളിക് മെമ്പർ കേൾക്കാൻ പറ്റും. ഡിലേഡ് ഡയസ്റ്റോളിക് മെമ്പർ. അത്രേ ഉള്ളൂ. അടുത്തത് സർട്ടൻ ഫിസിക്കൽ ഫൈൻഡിങ്സ് ഓൺ പ്രീകോർഡിയൽ എക്സാമിനേഷൻ. ഇത് പാൽപേറ്ററി ഫൈൻഡിങ്സ് ആണെന്ന് തോന്നുന്നു. സർ പറഞ്ഞാണ് കാർഡിയോ മെഗലി കാണാൻ പറ്റും പാൽപേഷൻ ചെയ്യുമ്പം. പിന്നെ ഫോഴ്സ്ഫുൾ എപ്പെക്സ് ബീറ്റ്, എപ്പെക്സ് ഷിഫ്റ്റഡ് ആയിരിക്കും. ഇവിടെ നമ്മൾ ലെഫ്റ്റ് വെൻട്രിക്കുലർ എൻലാർജ്മെന്റ് അല്ലേ കാണുന്നത്, അപ്പം എങ്ങോട്ട് എപ്പെക്സ് ഷിഫ്റ്റ് ആവുന്നതെന്ന് പറയാൻ പറ്റുമോ? ലെഫ്റ്റ് സൈഡിലോട്ട്. എപ്പെക്സ് ഔട്ട്വേർഡും ഡൗൺവേർഡും ആയിട്ടായിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത്. നോർമലി ചുമ്മാ ഇങ്ങനെ ലെഫ്റ്റിലോട്ട് ഇരിക്കാം, പക്ഷെ ഈ കേസിൽ ഡൗൺവേർഡും ഔട്ട്വേർഡും ആയിട്ട് ഷിഫ്റ്റ് ചെയ്യും. ഡൗൺ ആൻഡ് ഔട്ട് ആയിട്ട്. എപ്പെക്സ് വിൽ ബി ഷിഫ്റ്റഡ് ഡൗൺ ആൻഡ് ഔട്ട്. ഓക്കെ, ഡൗൺവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ്. ഇപ്പം നമ്മള് ഫാലോസ്റ്റെട്രോളജി പറയുമ്പം റൈറ്റ് വെൻട്രിക്കിൾ എൻലാർജ്മെന്റ് ആണെന്ന് തോന്നുന്നു. അപ്പം സാറ് പറഞ്ഞാണ് ECGയുടെ സമയത്ത് TOFൽ നമുക്ക് ഇങ്ങനെ ഹാർട്ട് ഇങ്ങനെ ഈ റൈറ്റ് വെൻട്രിക്കിൾ എൻലാർജ് ആയിട്ട് എപ്പെക്സ് അപ്വേർഡ് ആയിരിക്കും, ഇങ്ങനെ അപ് ടേൺഡ് ആയിരിക്കും. അപ്പൊ നമുക്കൊരു എന്തൊരു ബൂട്ടോ, ഒരു ബൂട്ട് ഷേപ്ഡ് ഹാർട്ട് കിട്ടും TOFല്. അത് റൈറ്റ് വെൻട്രിക്കിൾ. അപ്പം അപ്പെക്സ് TOFനകത്ത് അപ് ടേൺഡ് ആയിരിക്കും അത്. പക്ഷെ ഇവിടെ ഡൗൺ ആൻഡ് ഔട്ട് ആയിരിക്കും. അപ്വേർഡ് മറ്റേതിൽ. ഈ കേസിൽ ഡൗൺ ആൻഡ് ഔട്ട് ആയിരിക്കും. ലെഫ്റ്റ് വെൻട്രിക്കുലർ എൻലാർജ്മെന്റ് വരണം. ഓക്കെ, പിന്നെ ഫോഴ്സ്ഫുൾ അപ്പെക്സ് ബീറ്റ്. പിന്നെ പൾമിനറി ഹൈപ്പർടെൻഷൻ, ഇൻക്രീസ് പൾമിനറി ബ്ലഡ് ഫ്ലോ കാരണം പൾമിനറി ഹൈപ്പർടെൻഷൻ ഒക്കെ വന്ന് അങ്ങനെ റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഒക്കെ വരാമല്ലോ. അപ്പം റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി വന്നാൽ ദേ ക്യാൻ ബി ലെഫ്റ്റ് പാരാസ്റ്റേണൽ ഹീവ് ആൻഡ് എപ്പിഗാസ്ട്രിക് റീജിയനിൽ പൾസേഷൻസ്. എന്തൊരു ഈ റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫിന്റെ ഫീച്ചേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടല്ലേ, അതായത് ഈ രണ്ട് സണ്ണം ഉണ്ടെങ്കിൽ റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഉണ്ടെന്ന് കൺക്ലൂഷൻ ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഉണ്ടെങ്കിൽ അല്ല ലെഫ്റ്റ് പാരാസ്റ്റേണൽ ഹീവും എപ്പിഗാസ്ട്രിക് പൾസേഷൻ ഉണ്ടെങ്കിൽ റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ആണെന്ന് നമുക്ക് പറയാം. പിന്നെ ഡ്യൂ ടു ഡൈലേറ്റഡ് പൾമിനറി ആർട്ടറി, ബ്ലഡ് ഫ്ലോ ഒക്കെ കൂടി പൾമിനറി ആർട്ടറി ഭയങ്കരമായിട്ട് ഡൈലേറ്റഡ് ആവുന്ന കാരണം പൾസേഷൻസ് ക്യാൻ ബി ഫെൽറ്റ് ഇൻ ദ സെക്കൻഡ് ഇന്റർകോസ്റ്റൽ സ്പേസ്. പിന്നെ പാൽപബിൾ സെക്കൻഡ് സ്പ്ലിറ്റ്, അതൊന്നും എനിക്ക് മനസ്സിലായില്ല. അപ്പം ഇതൊക്കെയാ സാർ പറഞ്ഞ പാൽപേറ്ററി ഫൈൻഡിങ്സ്. അപ്പെക്സ് ബീറ്റ് ഫോഴ്സ്ഫുൾ ആയിരിക്കും, അപ്പെക്സ് ഷിഫ്റ്റഡ് ആയിരിക്കും, ലെഫ്റ്റ് പാരാസ്റ്റേണൽ ഹീവ്, എപ്പിഗാസ്ട്രിക് പൾസേഷൻസ്, പൾമിനറി ആർട്ടറി ഡൈലേറ്റഡ് ആയ കാരണം pulsations will be felt in the second intercostal space and palpable second split, palpable S2. പിന്നെ അടുത്തത് പിന്നെ മറ്റേ ഹീമോഡൈനാമിക്സ് പറഞ്ഞപ്പം പൾമിനറി വാസ്കുലേച്ചർ, പൾമിനറി ബ്ലഡ് ഫ്ലോ ഭയങ്കരമായിട്ട് കൂടി പൾമിനറി ഹൈപ്പർ ടെൻഷൻ വന്ന് റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഉണ്ടാകാമല്ലോ. റൈറ്റ് വെൻട്രിക്കുലർ പ്രഷർ കൂടാതെ പൾമിനറി ഹൈപ്പർ ടെൻഷൻ വന്നിട്ട് അങ്ങനെ റൈറ്റ് വെൻട്രിക്കുലർ പ്രഷർ ഒരു പോയിന്റ്സിൽ ഇറ്റ് ബിക്കംസ് ഗ്രേറ്റർ ദാൻ ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ, റിവേഴ്സൽ ഓഫ് ഷണ്ട് ഉണ്ടാവും. സാധാരണ നോർമലി ലെഫ്റ്റ് വെൻട്രിക്കിൾ ഹൈ പ്രഷറിലായോണ്ടല്ലേ ലെഫ്റ്റ് റൈറ്റ് ഷണ്ട് വരുന്നത്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത്. പക്ഷെ പൾമിനറി ഹൈപ്പർ ടെൻഷൻ ഉണ്ടായി കഴിയുമ്പോൾ റൈറ്റ് വെൻട്രിക്കിളിൽ പ്രഷർ കൂടും. ഇറ്റ് വിൽ റിഫ്ലക്ട് ഇൻ ദ റൈറ്റ് വെൻട്രിക്കിൾ. അപ്പോൾ റൈറ്റ് വെൻട്രിക്കിളിന്റെയും പ്രഷർ കൂടി അങ്ങനെ അറ്റ് എ പോയിന്റ് റൈറ്റ് വെൻട്രിക്കുലർ പ്രഷർ എക്സീഡ്സ് ദാറ്റ് ഓഫ് ദി ലെഫ്റ്റ് വെൻട്രിക്കുലർ പ്രഷർ. ആ കണ്ടീഷനിൽ റിവേഴ്സൽ ഓഫ് ഷണ്ട് ഉണ്ടാവും. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് ബ്ലഡ് പോകും. അതിനെ പറയുന്നതാണ് ഐസൻമെംഗേഴ്സ് സിൻഡ്രോം.
ഐസൻമെംഗേഴ്സ് ഇതൊരു കോംപ്ലിക്കേഷനാ. കോംപ്ലിക്കേഷൻ പറയുമ്പോൾ പറയാം. കോംപ്ലിക്കേഷൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞുള്ളൂ. പിന്നെ അടുത്തത് ECG ഫൈൻഡിങ്സ് ആണ്. ECG ഫൈൻഡിങ്സ് ഇൻ VSD ഇസ് വേരിയബിൾ. കുഞ്ഞ് VSD ആണെങ്കിൽ, കുഞ്ഞ് ആൻഡ് മീഡിയം സൈസ് VSD ആണെങ്കിൽ നോർമൽ ആയിരിക്കും ECG ഫൈൻഡിങ്. ലാർജ് VSD ആണെങ്കിൽ ഡ്യൂ ടു ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഒക്കെ വന്ന് ലെഫ്റ്റ് ആക്സിസ് ഡീവിയേഷൻ ഉണ്ടാകാം ഇൻ ലാർജ് VSDs. ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി യൂഷ്വലി ഒക്കർ ചെയ്യുന്നത് 6 to 12 months ഒക്കെ ആകുമ്പോഴേ അത് വരത്തുള്ളൂ. ഇറ്റ് ടേക്സ് ടൈം. നമ്മൾ ജനിക്കുമ്പം ആറ്റ് ബർത്തിൽ എപ്പോഴും റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ ആയിരിക്കും. അത് ഞാൻ എവിടെ കണ്ടു, എനിക്ക് റീസൺ ആണ് ചോദിച്ചത്. റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ ആണെന്ന് കണ്ടിരുന്നത് ആറ്റ് ബർത്ത്. എനിക്ക് തോന്നുന്നു ഈ ഫീറ്റൽ സർക്കുലേഷൻ്റെ എന്തോ റൈറ്റ് പൾമണറി വാസ്കുലർ റെസിസ്റ്റൻസ് ഭയങ്കര കൂടുതലല്ലേ കുഞ്ഞില്. ഈ ബൈപ്പാസ് ലങ്സിനെ ബൈപ്പാസ് ചെയ്ത് പോകുന്നുണ്ട്. പൾമണറി വാസ്കുലർ റെസിസ്റ്റൻസ് ഭയങ്കര കൂടുതലായതുകൊണ്ട് ഈ പൾമണറി ഹൈപ്പർ ടെൻഷൻ കുറയാനായിട്ട് ഭയങ്കര ഡിലേ ഉണ്ടാവും. അങ്ങനെ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. റിഗ്രഷൻ ഓഫ് പൾമണറി ആർട്ടറിയൽ ഹൈപ്പർ ടെൻഷൻ ഭയങ്കര ഡിലേഡ് ആവും. ആൻഡ് റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫിയും റിഗ്രഷൻ ഭയങ്കര സ്ലോ ആയിട്ടായിരിക്കും ഡ്യൂ ടു ഇൻക്രീസ് പൾമണറി വാസ്കുലർ റെസിസ്റ്റൻസ്. അത് കാരണം ആറ്റ് ബർത്തിൽ എപ്പോഴും VSD ഉള്ള കുട്ടികൾക്ക് ആറ്റ് ബർത്തിൽ റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ ആയിരിക്കും ECGയിൽ. ആൻഡ് ഇറ്റ് വിൽ ടേക്ക് ടൈം ഫോർ ദിസ് റൈറ്റ് ആക്സിസ് ഡീവിയേഷൻ ടു ചേഞ്ച് ഇൻ ടു ലെഫ്റ്റ് ആക്സിസ് ഡീവിയേഷൻ. അതുകൊണ്ട് ഇതൊരു ഇമ്മീഡിയറ്റ് ഫൈൻഡിങ് അല്ല. ലെഫ്റ്റ് ആക്സിസ് ഡീവിയേഷൻ ഇറ്റ് വിൽ ടേക്ക് ടൈം അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻ കേസ് ഓഫ് പൾമണറി ആർട്ടറി ഹൈപ്പർ ടെൻഷൻ നമ്മൾ പറഞ്ഞില്ലേ റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി ഉണ്ടാകാം. അതും നമുക്ക് കിട്ടും. പിന്നെ ചെസ്റ്റ് എക്സ്റേയിൽ കാണുന്ന ഫൈൻഡിങ്സ് പൾമണറി ബ്ലഡ് ഫ്ലോ കൂടുന്ന കാരണം there will be prominent pulmonary vascular markings. ഭയങ്കര പ്രോമിനന്റ് ആയിരിക്കും. ദാറ്റ് ഇസ് കോൾഡ് പൾമണറി പ്ലിത്തോറ. ഓക്കെ, പ്ലിത്തോറ എന്ന് വെച്ചാൽ എക്സസ് എന്നാണ് മീനിങ്. എക്സസ് അതായത് എക്സസ് ബ്ലഡ് ഫ്ലോ ടു ദ ലങ്സിലോട്ട് എക്സസ് ആയിട്ട് ബ്ലഡ് ഫ്ലോ ചെയ്യുക. അങ്ങനെ പൾമണറി വാസ്കുലർ മാർക്കിങ്സ് ഒക്കെ ഭയങ്കര പ്രോമിനന്റ് ആയിട്ടിരിക്കും എക്സ്റേയിൽ. ഓക്കെ, അതാണ് ഒരു ഫൈൻഡിങ് പൾമണറി പ്ലിത്തോറ. പിന്നെ കാർഡിയോമെഗലി കാണാൻ പറ്റും. യൂഷ്വലി ലെഫ്റ്റ് വെൻട്രിക്കുലർ എൻലാർജ്മെന്റ് ആയിരിക്കും കാർഡിയോമെഗലി വിത്ത് ലെഫ്റ്റ് വെൻട്രിക്കൽ ഫോമിംഗ് ദ എപെക്സ് ആൻഡ് ദ എപെക്സ് പോയിന്റ്സ് ഡൗൺവേർഡ്സ് ആൻഡ് ഔട്ട്വേർഡ്സ് ആയിരിക്കും. ഓക്കെ, പിന്നെ if there is pulmonary vascular hypertension ഉണ്ടെങ്കിൽ പൾമണറി ആർട്ടറി എൻലാർജ്മെന്റ് കാണാൻ പറ്റും. അയോട്ട യൂഷ്വലി നോർമൽ ആയിരിക്കും അല്ലെങ്കിൽ സ്മോളർ ദാൻ നോർമൽ ആയിരിക്കും. എന്തുകൊണ്ടാ? കാരണം ലെസ് ബ്ലഡ് കുറവ്, അതുകൊണ്ട് ഇറ്റ് വിൽ ബി നോർമൽ അല്ലെങ്കിൽ സ്മോളർ ദാൻ നോർമൽ ആയിരിക്കും. പിന്നെ there is ഐസൻമെംഗേഴ്സ് സിൻഡ്രോം ഉണ്ടെങ്കിൽ റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി കാണാൻ പറ്റും. അല്ലെങ്കിൽ റൈറ്റ് വെൻട്രിക്കുലം ലെഫ്റ്റ് വെൻട്രിക്കുലം രണ്ടും എൻലാർജ് ആയിട്ട് കാണാൻ പറ്റും. ബൈ വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി. ഇത്രയുള്ള എക്സ്റേയിൽ കാണുന്ന പൾമണറി പ്ലിത്തോറ, കാർഡിയോമെഗലി വിത്ത് ലെഫ്റ്റ് വെൻട്രിക്കൽ ഫോമിംഗ് എപെക്സ്. പിന്നെ പൾമണറി ഹൈപ്പർടെൻഷൻ ആണെങ്കിൽ പൾമണറി ആർട്ടറി എൻലാർജ്മെന്റ്. പിന്നെ ഐസൻമെംഗേഴ്സ് ഒക്കെ. സിവിയർ കേസ് ഓഫ് പൾമണറി ഹൈപ്പർടെൻഷൻ ഉണ്ടെങ്കിൽ റൈറ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫിയും കാണാൻ പറ്റും. ബാക്കി അടുത്തെങ്കിൽ എടുക്കാം.